ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ അധ്യാപികയെന്നും ആധുനിക മറാത്തി കവിതയുടെ അമ്മയെന്നും ഇവർ അറിയപ്പെടുന്നു. അറിവിൻ്റെ വെളിച്ചം പടർത്തിയ വിപ്ലവകാരി സാവിത്രിബായി ഫുലെ 1831 ജനുവരി 3 മഹാരാഷ്ട്രയിലെ സത്താറ ജില്ലയിലുള്ള നയാഗാവിലാണ് സാവിത്രിബായി ജനിച്ചത്. അക്കാലത്തെ സാമൂഹിക രീതികളനുസരിച്ച് 9-ാം വയസ്സിൽ 12 വയസ്സുള്ള ജ്യോതിറാവ് ഫുലെയെ വിവാഹം കഴിച്ചു. സാവിത്രിബായിക്ക് അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നില്ല. എന്നാൽ സ്ത്രീ വിദ്യാഭ്യാസത്തിന് നിലകൊണ്ട ജ്യോതിറാവ് ഫുലെ അവരെ വീട്ടിലിരുത്തി പഠിപ്പിച്ചു. പിന്നീട് അധ്യാപക പരിശീലനം നേടിയ അവർ ഭർത്താവിനോടൊപ്പം ചേർന്ന് പൂനെയിൽ പെൺകുട്ടികൾക്കായി ഇന്ത്യയിലെ ആദ്യത്തെ സ്കൂൾ ആരംഭിച്ചു. സ്ത്രീകൾ പഠിക്കുന്നത് പാപമായി കരുതിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ യാഥാസ്ഥിതികരായ ആൾക്കാർ ചീഞ്ഞ മുട്ടകളും ചാണകവും കല്ലുകളും ഒക്കെ എറിഞ്ഞ് അവരെ അപമാനിക്കുമായിരുന്നു. ഇതൊന്നും അവരെ തളർത്തിയില്ല. ജാതി വിവേചനത്തിനെതിരായും സാമൂഹ്യ സമത്വത്തിനായും ഭർത്താവിനോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു. പൊതു കിണറിൽ നിന്നും താഴ്ന്ന ജാതിക്കാർക്ക് വെള്ളമെടുക്കാൻ അനുവാദമില്ലാതിരുന്ന കാലത്ത് സ്വന്തം വീട്ടിലെ കിണർ അവർക്കായി സാവിത്രി തുറന്നു കൊടുത്തു. ജാതി വ്യവസ്ഥ തകർക്കുക, പഠിക്കുക, സ്വയം പര്യാപ്തരാകുക, ഇതായിരുന്നു അവരുടെ സന്ദേശം. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഓരോ അക്ഷരത്തിൻ്റെയും പിന്നിലും സാവിത്രിബായി ഫുലെയുടെ പോരാട്ടത്തിൻ്റെ ചൂടുണ്ട്. അവർ നമ്മോട് പറയുന്നത് എന്താണെന്നോ? പരിസ്ഥിതിയെ കുറ്റം പറഞ്ഞ് നിൽക്കരുത്, വഴിയില്ലെങ്കിൽ വഴി കണ്ടെത്തണം എന്നാണ്.